ഇലക്ട്രിക് വാഹന വിപണിയിൽ ദിനംപ്രതി മത്സരം കടുക്കുകയാണ്. അതിൽ പ്രായോഗികതയും കരുത്തും സൗന്ദര്യവും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ഓൾറൗണ്ടർ അവതരിച്ചിരിക്കുന്നു. ബംഗളൂരു ആസ്ഥാനമായുള്ള റിവർ EV നിർമ്മിച്ച റിവർ ഇൻഡിജൻ എന്ന സ്കൂട്ടർ 3.14 ലക്ഷം രൂപ പ്രാരംഭ വിലയിൽ വിപണിയിലെത്തിയ ഈ മൂന്നാം തലമുറ സ്കൂട്ടർ നിലവിലുള്ള മോഡലിൽ നിന്ന് ഒരുപാട് മെച്ചപ്പെടുത്തലോടെയാണ് എത്തുന്നത്. പുതിയ ഫീച്ചറുകളിലൂടെയും മെച്ചപ്പെടുത്തിയ റൈഡിംഗ് ഡൈനാമിക്സിലൂടെയും ദൈനംദിന യാത്രകൾക്ക് മാത്രമല്ല വെല്ലുവിളികൾ നിറഞ്ഞ റോഡുകൾക്കും ഇലക്ട്രിക് സ്കൂട്ടർ എങ്ങനെയാണ് തയ്യാറെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. പുതിയ കാലഘട്ടത്തിലെ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളിൽ ശ്രദ്ധേയമായ ഒരു സ്റ്റാർട്ടപ്പാണ് റിവർ EV. വിപണിയിലെ മറ്റു മോഡലുകൾ സ്പോർട്ടി രൂപത്തിലോ അല്ലെങ്കിൽ പരമ്പരാഗത ഡിസൈനിലോ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഇന്ത്യൻ റോഡുകളുടെ SUV എന്ന ലക്ഷ്യത്തോടെയാണ് ഇൻഡി രൂപകൽപ്പന ചെയ്തത്. രൂപകൽപ്പനയ്ക്ക് പിന്നിൽ മലയാളി സാന്നിധ്യമുണ്ട് എന്നത് ഈ ബ്രാൻഡിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഒരു സാധാരണ സ്കൂട്ടർ എന്നതിലുപരി കൂടുതൽ ഭാരം വഹിക്കാനും ദുർഘടമായ പാതകളെ നേരിടാനും കഴിയുന്ന ഒരു യൂട്ടിലിറ്റി വാഹനത്തിന്റെ സ്വഭാവമാണ് ഇൻഡിക്ക് നൽകിയിരിക്കുന്നത്. 14 ഇഞ്ച് വലിപ്പമുള്ള വീലുകൾ, മികച്ച സസ്പെൻഷൻ സംവിധാനം, മസ്കുലറായ രൂപകൽപ്പന എന്നിവയെല്ലാം ഈ ഓൾറൗണ്ടർ സ്വഭാവത്തെ ഊട്ടി ഉറപ്പിക്കുന്നു. ഇന്ത്യയിലെ മൾട്ടി യൂട്ടിലിറ്റി ആവശ്യകതകളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതിലാണ് ഇന്ത്യയുടെ വിജയം. റിവർ ഇൻഡി ജെൻ 3യുടെ ഏറ്റവും വലിയ ആകർഷണം സാങ്കേതികമായി വരുത്തിയ നേരിയ മാറ്റങ്ങളാണ്. ഇന്ത്യൻ നഗരങ്ങളിലെ ഗതാഗതക്കുരുക്കിൽ കയറ്റങ്ങളിൽ വാഹനം നിർത്തേണ്ടി വരുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സ്കൂട്ടർ പിന്നോട്ട് പോകാതെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്ന ഫീച്ചറാണ് ഹിൽ ഹോൾഡ് അസിസ്റ്റ്. താരതമ്യേന ഭാരം കൂടിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഫീച്ചർ ഒരു അത്യാവശ്യ ഘടകമാണ്. ഇത് തിരക്കുള്ള ഫ്ലൈ ഓവറുകളിലും കുത്തനെയുള്ള കയറ്റങ്ങളിലും റൈഡർക്ക് ആത്മവിശ്വാസം നൽകും. പുതിയ അലോയ് വീലോടൊപ്പം മെച്ചപ്പെട്ട ഗ്രിപ്പ് നൽകുന്ന ടയറുകളാണ് ജെൻ 3യിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ ഉപഭോക്തൃ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ സ്കൂട്ടറിന്റെ മൊത്തത്തിലുള്ള റൈഡിംഗ് ഡൈനാമിക്സിലും മാറ്റങ്ങളുണ്ട്. ഇതിനർത്ഥം മുൻ തലമുറ മോഡലുകളേക്കാൾ കൂടുതൽ സ്ഥിരതയും നിയന്ത്രണവും പുതിയ മോഡലിൽ ലഭിക്കുമെന്നാണ്. റോഡിലെ കുഴികളോടും അസമത്വങ്ങളോടുമുള്ള ഇന്ത്യയുടെ പ്രതികരണം കൂടുതൽ സുഗമമായിരിക്കും. 6 ഇഞ്ച് കളർ ഡിസ്പ്ലേയിൽ വിവരങ്ങൾ കൂടുതൽ വ്യക്തമായി വായിക്കാൻ കഴിയുന്ന തരത്തിൽ പുതിയ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അവതരിപ്പിച്ചു. അതോടൊപ്പം മൊബൈൽ ആപ്പ് വഴിയുള്ള കണക്ടിവിറ്റി കൂടുതൽ കാര്യക്ഷമമാക്കി. തത്സമയ റൈഡ് വിവരങ്ങൾ, ചാർജിംഗ് സ്റ്റാറ്റസ്, ഡേറ്റാ പോയിന്റുകൾ, കസ്റ്റമൈസ് ചെയ്യാനുള്ള സൗകര്യം തുടങ്ങിയവയെല്ലാം പുതിയ ആപ്പിലൂടെ ലഭ്യമാകും. ഒരു സാധാരണ സ്കൂട്ടറിൽ നിന്ന് ഒരു സ്മാർട്ട് സ്കൂട്ടറിലേക്കുള്ള ഇന്ത്യയുടെ പരിണാമമാണിത്. ജെൻ 3 മോഡലിൽ വലിയ സാങ്കേതിക മാറ്റങ്ങളൊന്നും പെർഫോമൻസ് വിഭാഗത്തിൽ വരുത്തിയിട്ടില്ല. ഇത് കമ്പനിയുടെ നിലവിലുള്ള പ്ലാറ്റ്ഫോമിലുള്ള വിശ്വാസമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഇലക്ട്രിക് സ്കൂട്ടറിന് ഊർജ്ജം നൽകുന്നത് 4 kWh ശേഷിയുള്ള വലിയ ബാറ്ററി പായ്ക്കാണ്. ഇത് ഈ വിഭാഗത്തിൽ ഏറ്റവും വലുതായതിനാൽ മികച്ച റേഞ്ച് ഉറപ്പാക്കുന്നു. ഫുൾ ചാർജിൽ 163 കിലോമീറ്റർ IDC റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. 6.7 കിലോവാട്ട് പീക്ക് പവർ ഉൽപ്പാദിപ്പിക്കുന്ന മോട്ടോറാണ് സ്കൂട്ടറിന്റെ കരുത്ത്. ഇത് 90 km/h ടോപ്പ് സ്പീഡ് കൈവരിക്കാൻ സഹായിക്കുന്നു. കൂടാതെ 0 നിന്ന് 40 km/h വേഗത കൈവരിക്കാൻ 3.7 സെക്കൻഡ് മാത്രമാണ് വേണ്ടത്. ഇത് ട്രാഫിക്കിൽ വേഗത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കും. റഷ്, റൈഡ്, ഇക്കോ എന്നിങ്ങനെ 3 റൈഡ് മോഡലുകൾ തുടരുന്നു. ഉയർന്ന ടോപ്പ് സ്പീഡ് ആവശ്യമുള്ള ദീർഘദൂര യാത്രകൾക്ക് റഷ് മോഡലും മികച്ച റേഞ്ചിനായി ഇക്കോ മോഡും ഉപയോഗിക്കാം. 0 മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ ഏകദേശം 5 മണിക്കൂറാണ് എടുക്കുന്നത്. ഇത് സാധാരണ ഹോം ചാർജറിൽ മികച്ച സമയവും. റിവർ ഇന്ത്യയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അതിൻ്റെ യൂട്ടിലിറ്റി മൂല്യമാണ്. മറ്റ് ഈ സ്കൂട്ടറുകൾക്ക് നൽകാൻ കഴിയാത്തത്ര വലിയ സ്റ്റോറേജ് സ്പേസ് ഇൻഡി നൽകുന്നു. സ്കൂട്ടറിന് അടിയിലായി, അതായത് അണ്ടർ സീറ്റ് സ്റ്റോറേജായി 43 ലിറ്റർ സ്റ്റോറേജ് സ്പേസ് ലഭ്യമാണ്. ഇത് 2 ഹെൽമറ്റുകൾക്ക് വരെ സ്ഥാനം നൽകാൻ സാധ്യതയുണ്ട്. ഇതിന് പുറമെ 12 ലിറ്റർ ലോക്കബിൾ ഗ്ലൗ ബോക്സും നൽകിയിരിക്കുന്നു. മൊബൈൽ ഫോൺ, മറ്റു ചെറിയ സാധനങ്ങൾ എന്നിവ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത്രയധികം സ്റ്റോറേജ് സ്പേസ് നൽകുന്നത് ഇന്ത്യയെ ഡെലിവറി ആവശ്യങ്ങൾക്കും വലിയ കുടുംബങ്ങൾക്കും പ്രതിദിനം കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നവർക്കും അനുയോജ്യമാക്കുന്നു. വലിയ 14 ഇഞ്ച് വീലുകൾ, ടെലസ്കോപ്പിക് ഫ്രണ്ട് സസ്പെൻഷൻ, ഡ്യുവൽ റിയർ ഷോക്ക് അബ്സോർബറുകൾ, ഡിസ്ക് ബ്രേക്കുകൾ എന്നിവ സംയോജിത ബ്രേക്കിംഗ് സിസ്റ്റത്തിനൊപ്പം ഇന്ത്യയുടെ കരുത്തുറ്റ ഘടനയെ പിന്തുണയ്ക്കുന്നു. എല്ലാ ലൈറ്റിങ്ങുകളും LED ആണ്. ഇതോടൊപ്പം പാർക്കിംഗ് അസിസ്റ്റ്, സൈഡ് സ്റ്റാൻഡ് മോട്ടോർ കട്ട് ഓഫ്, 6 ഇഞ്ച് കളർ ഡിസ്പ്ലേ യൂണിറ്റ് തുടങ്ങിയവ ഇതിലുണ്ട്. മൺസൂൺ ബ്ലൂ, സമ്മർ റൈഡ്, സ്പ്രിംഗ് യെല്ലോ, വിന്റർ വൈറ്റ്, സ്റ്റോം ഗ്രേ എന്നിങ്ങനെ 5 ആകർഷകമായ നിറങ്ങളിൽ ഇൻഡിജൻ ലഭ്യമാണ്. ഓല S1 Pro, ഏതർ 450X, TVS iQube, ബജാജ് ചേതക് തുടങ്ങിയ പ്രമുഖ മോഡലുകളാണ് റിവർ ഇൻഡിജൻ 3 വിപണിയിൽ മത്സരിക്കുന്നത്. 1.46 ലക്ഷം രൂപ വില ഈ സെഗ്മെന്റിൽ അല്പം ഉയർന്നതാണ്.
എങ്കിലും മികച്ച യൂട്ടിലിറ്റി, വലിയ വീലുകൾ, സുരക്ഷിതമായി യാത്ര ഉറപ്പാക്കുന്ന ഹിൽ ഹോൾഡ് അസിസ്റ്റ് പോലെയുള്ള പുതിയ ഫീച്ചറുകൾ എന്നിവ ഈ വിലയെ ന്യായീകരിക്കുന്നു. ഏഥറും ഓലയും നൽകുന്ന സ്പോർട്ടി പ്രകടനത്തെക്കാൾ പ്രായോഗികതയിൽ ഊന്നൽ നൽകുന്ന ഒരു ഉപഭോക്താവിനെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഒരു ഫാമിലി സ്കൂട്ടറിന്റെ കരുത്തുള്ള പതിപ്പാണിത്. പുതിയ മോഡലിന്റെ ലോഞ്ചോടൊപ്പം ഡൽഹിയിൽ ആദ്യത്തെ സ്റ്റോർ തുറന്നത് റിവർ ഇവിയുടെ വടക്കൻ ഇന്ത്യയിലെ വളർച്ചാ ലക്ഷ്യങ്ങളെ സൂചിപ്പിക്കുന്നു. നിലവിൽ 34 സ്റ്റോറുള്ള കമ്പനി 2026 മാർച്ച് മാസത്തോടെ 80 സ്റ്റോറുകളായി വിപുലീകരിക്കാൻ ലക്ഷ്യമിടുന്നു. ഈ ശൃംഖലാ വിപുലീകരണം സർവീസ് ലഭ്യതയെക്കുറിച്ചുള്ള ഉപഭോക്താക്കളുടെ ആശങ്കകളെ ഒരു പരിധിവരെ ലഘൂകരിക്കും. ദില്ലി റിവറിന്റെ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. വടക്കൻ മേഖലയിലെ വികസനത്തിന് ഒരു കേന്ദ്രമായി പ്രവർത്തിക്കാൻ ഈ സ്റ്റോറും സർവീസ് സെന്ററും സഹായിക്കും. റിവർ ഇവിയുടെ സഹസ്ഥാപകനും സിഇഒയുമായ അരവിന്ദ് മണി പറഞ്ഞു. പുതിയ റിവർ ഇൻഡി ജെൻ 3 വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് പകരം നിലവിലുള്ള മികച്ച പ്ലാറ്റ്ഫോമിനെ കൂടുതൽ മിനുസപ്പെടുത്തിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഹിൽ ഹോൾഡ് അസിസ്റ്റ്, മെച്ചപ്പെട്ട ഡിസ്പ്ലേ, റൈഡിംഗ് ഡൈനാമിക്സ് എന്നിവ ഈ സ്കൂട്ടറിനെ കൂടുതൽ സുരക്ഷിതവും ഉപയോഗപ്രദവുമാക്കുന്നു. യൂട്ടിലിറ്റി, റേഞ്ച്, കരുത്ത് എന്നിവയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ നഗരത്തിലെ യാത്രാ പ്രശ്നങ്ങളെ ലാഘവത്തോടെ നേരിടാൻ കഴിയുന്ന ഇലക്ട്രിക് സ്കൂട്ടർ തേടുന്നവർക്ക് ഇൻഡിജൻ 3 ഒരു ശക്തമായ തിരഞ്ഞെടുപ്പാണ്. ഇന്ത്യൻ ഇലക്ട്രിക് വിപണിയിൽ സ്റ്റൈലിഷ് മോഡലുകൾക്കിടയിൽ പ്രായോഗികതയുടെ പതാകയേന്തി റിവർ ഇൻഡി ജെൻ 3 മുന്നോട്ട് കുതിക്കുമ്പോൾ ഈ യൂട്ടിലിറ്റി ഫോക്കസ് സമീപനം മറ്റു നിർമ്മാതാക്കൾക്കും ഒരു പാഠമാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.